ഹായ് ഫ്രണ്ട്സ്, 52/2024 ചോദിച്ച ഒരു 10th ലെവൽ PYQ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 4 ശരി. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ് ആൻസർ. കാൺപൂർ എന്ന് പറയുന്നത് നാനാ സാഹിബാണ്. ബീഹാർ എന്ന് പറയുന്നത് ബീഹാർ കൻവർ സിംഗ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. കാൺപൂർ ആരാണ്? നാനാ സാഹിബ്. ബീഹാർ എന്ന് പറയുന്നത് കൻവർ സിംഗ്. ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. മൗലികാവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നിയമത്തെക്കുറിച്ചും ആദ്യമായി പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് കറാച്ചി സമ്മേളനം 1931. അപ്പോൾ മൗലികാവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും ആദ്യമായി പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. അടുത്തതെന്ന് പറയുന്നത് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1896 കൽക്കട്ട സമ്മേളനമാണ്. അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? ഇവയെല്ലാം ശരിയാണ്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച തത്വങ്ങൾ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന ക്രമത്തിൽ രേഖപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസറായിട്ടുള്ളത്. കാലഗണന ക്രമത്തിൽ ആദ്യം വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് നടന്നത്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി. രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. 1774. അടുത്തത് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1789. ലാസ്റ്റ് വരുന്നത് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി 1783. അപ്പം ആദ്യം വരുന്നത് ഏതാണ് വരുന്നത്? ആദ്യം വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് 1773. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776. പാരീസ് ഉടമ്പടി നടന്നത് 1783. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി 1773, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775, സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അടുത്ത ക്വസ്റ്റ്യൻ ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത്? ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ഉത്തരാഖണ്ഡിലാണ്. ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നത് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് എന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഹരിതഗ്രഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത.
ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായത് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദശിലയാണ്. ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ആണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? NW3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടവനങ്ങൾ കാണപ്പെടാത്ത ജില്ല പാലക്കാട്, ഇടുക്കിയാണ് കണ്ടവനങ്ങൾ കാണപ്പെടാത്ത ജില്ല. അപ്പം കണ്ടവനങ്ങൾ കാണുന്നത് കണ്ണൂർ, കൊല്ലം, എറണാകുളം, കോഴിക്കോടാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡ് ആണ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയെ സംയോജിക്കുന്നതിനെ എന്തു പറയുന്നു? ആൻസർ എന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നു. മൂലധനം, സാങ്കേതികവിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയമാണ്? PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി, ഇന്ത്യൻ സുസ്ഥിര വിവരശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നിങ്ങനെ വിശേഷണങ്ങളുള്ളതായി അറിയപ്പെടുന്ന ആളാണ് PC മഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്ന് പറയുന്നത് ജൂൺ 29. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകൾ അറിയപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? പെട്രോളിയം എന്ന് പറയുന്നത്. ശില തൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. കറുത്ത സ്വർണം എന്നും മിനറൽ ഓയിൽ എന്നും പേരിൽ അറിയപ്പെടുന്നത് പെട്രോളിയം ആണ്. മൈക്ക എന്താണ്? ധാരാളം വ്യാവസായിക ഉപയോഗമുള്ള സിലിക്കേറ്റ് ധാതുവാണ് മൈക്ക എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ വ്യവസായങ്ങളിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് മൈക്ക എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് ഏത് എന്ന് പറയുന്നത്? സെബി എന്ന് പറയുന്നത്. 1992 ജനുവരി 30 ഒരു ഓർഡിനൻസിലൂടെയാണ് സെബിക്ക് സ്വയംഭരണ പദവി നൽകിയത്. സെബിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. സെബി എന്ന് വെച്ചാൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബി ആണ്. സെബിയുടെ ആദ്യ ചെയർമാൻ എന്ന് വെച്ച് SA ഡാബെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസവും ബന്ധപ്പെട്ടാണ് സ്റ്റാർസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതിൻ്റെ ലക്ഷ്യം ഏതാണ് എന്ന് വെച്ചാൽ ലൈഫ് മിഷൻ പദ്ധതി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് ആണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം കൊണ്ടുവന്ന കേസും കേശവാനന്ദ ഭാരതി കേസ് ആണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ആണ് ഏത് എന്ന് പറയുന്നത്? അതിർത്തി നിർണയ. ആൻസർ എന്ന് പറയുന്നത് PK തുംഗൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് PK തുംഗൻ കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്തത് PK തുംഗൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളെയും സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ആരാണ്? അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. താഴെ തന്നിരിക്കുന്ന ഏതാണ് ഫെഡറൽ വ്യവസ്ഥയെ വിവാദമായ പദവി? ഫെഡറൽ വ്യവസ്ഥയെ വിവാദമായ പദവി എന്ന് പറയുന്നത് ഗവർണർ ആണ്. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടക,
ബീഹാറാണ്. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷനിലാണ് അവതരിച്ചത്. മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷൻ, ബി ആണ് ആൻസർ. നാരിശക്തി വന്ദൻ അധിനിയം ബില്ലിൻ്റെ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെച്ചത്? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28, ഡി ആണ് ആൻസർ. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിലവിലുള്ള സുരക്ഷാ ചുമതല എന്ന് വെച്ചാൽ CISFനാണ്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ്? ദിവസവേതനം എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 22 രൂപയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ചേറ്റു ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 243(h)ലാണ്. 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടിയുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ആരോഗ്യ കിരണം ആണ്. പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏത് ജില്ലകളാണ്? പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏത് ജില്ലകളിലായിട്ടാണ് എന്ന് വെച്ചാൽ ഇടുക്കി, പത്തനംതിട്ട ആണ്. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നത് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1 മാത്രമാണ്. നിശാന്തത എന്ന് പറയുന്നത് നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പ് ആണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏതാ? ജീവിതശൈലി രോഗങ്ങൾ ആൻസർ എന്ന് വെച്ചാൽ എ ആണ്. എംഫിസീമയും ഫാറ്റി ലിവറുമാണ്. വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏത് എന്നാണ് ചോദിച്ചത്. BSBI ആണ്. ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് സി ആണ് ആൻസർ. അതായത് പ്രവൃത്തി = പവർ ഇൻറ്റു സമയമാണ്. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക ആണ്.